ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഒരു ഡേ ആണ് കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ആക്ച്വലി നിനക്ക് എന്താ ജോലി? 3 കുട്ടികളുടെ അമ്മ എന്നുള്ളത് തന്നെ ഒരു വലിയ ജോലിയല്ലേ. അതുകൂടാതെ ഞാനൊരു ടീച്ചറാണ് കേട്ടോ, പിന്നെ കണ്ടന്റ് ക്രിയേഷനും. അപ്പൊ രാവിലെ എഴുന്നിട്ട് പല്ലൊക്കെ തെച്ചൊന്ന് ഫ്രഷ് ആയി കിച്ചണിലേക്ക് പോയിട്ട് മോനെ രാവിലെയാണ് കേട്ടോ. മൂത്ത ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകിൽ ഓവർനൈറ്റ് ഓട്സ് അല്ലെങ്കിൽ ബുൾസൈ, ഇതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ സ്കൂളിലേക്ക് കൊടുത്തിട്ടത് ഗാർലിക് ബ്രെഡ് ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇതിൽ 2 ആഴ്ച മുൻപ് എടുത്ത് വെച്ച് ചെയ്യാനുള്ള ടൈം കിട്ടി. മറ്റു ഗൾഫ് കൺട്രീസിലൊക്കെ ചൂടായിരിക്കുമ്പോൾ ഇവിടെ സലാലയിലും മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ മഴയൊക്കെ മാറി തുടങ്ങി. മോൻ സ്കൂളിൽ പോയി ഉടനെ എന്റെ വണ്ടി വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോറ് വെച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പോകും. അത് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ കുളിച്ച് ഞാൻ റെഡിയാകും. അപ്പോഴേക്കും സനു മോനെ സ്കൂളിലോട്ട് തിരികെ വന്നിട്ടുണ്ട്. സനുനോട് ബായ് പറഞ്ഞ് നേരെ സ്കൂളിൽ. എന്റെ ഒരു ദിവസത്തിൽ ഈ ഒരു ടൈമാണ് സമയം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോകുന്നു എനിക്ക് തോന്നുന്നു. ഈ ഒരു ടൈമിൽ നെറ്റ് ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കും. സ്കൂളിൽ ചെന്ന ചില ദിവസങ്ങളിൽ ഫസ്റ്റ് പീരീഡ് എനിക്ക് ഫ്രീ ആണ് കേട്ടോ. ആ സമയങ്ങളിൽ എന്തെങ്കിലും വർക്കോ പ്ലാനിങ്ങോ ഒക്കെ ചെയ്യും. പിന്നെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ നോട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് അതിലേക്ക് അവർക്ക് ചെയ്യാനുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില വർക്ക്സ് ഒക്കെ ചെയ്യും. ഇങ്ങനെ സ്റ്റിക്കേഴ്സും പിക്ചേഴ്സും ഒക്കെ കാണുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പിയുമാണ്. അതെല്ലാം ഓർമ്മയിൽ നിൽക്കും. അവരുടെ സന്തോഷം കാണുമ്പോൾ ഞാനും ഹാപ്പി. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ പഠിപ്പിക്കാൻ ഇങ്ങനത്തെ ട്രിക്ക് ഒക്കെ ഉണ്ടെങ്കിലേ നടക്കും. നെക്സ്റ്റ് 2 പീരീഡ്സ് ക്ലാസ്സിൽ കയറി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമിൽ ഞാൻ ചായ കുടിക്കാനുള്ള പോക്കാണ് കേട്ടോ. ചായയും സ്നാക്സ് ആയിട്ട് സനുവാണ് കേട്ടോ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചായയും സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് വിശേഷമൊക്കെ പറയുമ്പോഴേക്കും ക്ലാസ് ടൈം. ഇവിടെ എല്ലാ സ്കൂളുകളും നാട്ടിലെ പോലെ അല്ല, ഉച്ചയാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വണ്ടി വന്നൊന്ന് വീട്ടിലെത്തുന്നവരെ ഒരു സമാധാനം ഇല്ല കേട്ടോ. കാരണം 2 പേർക്ക് ഇനി അടുത്ത ഷിഫ്റ്റിൽ സ്കൂൾ. വീട്ടിലെത്തുമ്പോൾ ചെറിയ 2 പേരും കുളിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കും. അവർക്ക് സ്നാക്സും റെഡിയാക്കി ലഞ്ചും കൊടുക്കുമ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടോ. അവർ പോകുമ്പോഴേക്കും മൂത്താളും ഹസ്ബൻഡും വന്നിട്ട് അവർക്ക് ലഞ്ച് കൊടുക്കും. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയി റിലാക്സ് അഗൈൻ വീണ്ടും വീട്ടുപണികൾ, ക്ലീനിങ്, അതുപോലെ തന്നെ വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പോകും. പിന്നെ അതിന്റെ എഡിറ്റിംഗ് കുട്ടികളെ പഠിപ്പിക്കും. എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കി എന്റെ ഒരു ദിവസം ഈ റീലിലൊന്നും ഒതുങ്ങൂല. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ.